മാണിക്യവീണാമുപലാളയന്തി മദാലസാ മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര നീലദ്വിതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി മനസാ സ്മരാമി. അഭയാംബികയിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അനന്തപുരി ആഘോഷിക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ലോക പ്രശസ്തി ആർജിച്ചതാണ്. കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി കാർത്തിക നാൾ വരെ നീളുന്ന 10 ദിവസത്തെ ആഘോഷം അനന്തപുരിയിലെ ഓരോ വ്യക്തികളിലും വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഉത്സവ ഭക്തി നുകർന്നുകൊണ്ട് ഭക്തജനങ്ങളുടെ കുത്തൊഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു. പ്രശസ്ത തമിഴ് കാവ്യമായ ചിലപ്പതികാരത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് കണ്ണകി. മധുര രാജാവിന്റെ അനീതിപൂർണമായ വിധിയിൽ കോവലൻ കൊല്ലപ്പെടുകയും ഇതിൽ കലിപൂണ്ട കണ്ണകി ദേവി മധുര നഗരിയെ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. ഇതാണ് ചിലപ്പതികാരത്തിന്റെ ഇതിവൃത്തം. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്ര മധ്യേ ആറ്റുകാലിൽ തങ്ങിയ ദേവിയുടെ കോപമടക്കാനായിട്ടാണ് സ്ത്രീകൾ പൊങ്കാല സമർപ്പിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ശരിക്കും കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണുള്ളത്. അതായത് കൊടുങ്ങല്ലൂർ ദേവിയെ അവിടെ നിന്ന് പാടി എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി ക്ഷേത്രത്തിൽ മുൻവശത്ത് ഒരു പന്തൽ കെട്ടി അവിടെയാണ് പാട്ട് പാടി കുടിയിരുത്തുക എന്നുള്ള സമ്പ്രദായം. അവിടെ പാടി കുടിയിരുത്തിയതിന് ശേഷമാണ് കാപ്പ് കെട്ടുക എന്നുള്ളൊരു ചടങ്ങുള്ളത്. അപ്പോൾ ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ടും അഭേദ്യമായ ഒരു ബന്ധമാണ് ഈ ഉത്സവ സമയത്ത് ആറ്റുകാൽ ക്ഷേത്രമായിട്ടുള്ളത്. ഇക്കൊല്ലവും മാർച്ച് 3-ാം തീയതി ഉത്സവം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ദേവിയെ രാവിലെ തന്നെ 6 മണിക്ക് പാട്ട് തുടങ്ങി ദേവിയെ എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി അതിന് ശേഷമാണ് കാപ്പ് കെട്ടി നമ്മുടെ ക്ഷേത്രത്തിനകത്ത് കാപ്പ് കെട്ടി കുടിയിരുത്തുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഈ തോറ്റമ്പാട്ടിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ മധുര നഗരം ചുട്ടുവെച്ച കണ്ണകിയുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. കണ്ണകിയും കോവലകനുമായിട്ടുള്ള ചരിത്രമാണ് അതിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ ചടങ്ങാണ് പറയുന്നത്. അതായത് കണ്ണകിയുടെ വിവാഹം,
അതുപോലെ തന്നെ കോവലിനെ വധിക്കുന്നത്, കോവലിനെ പിന്നീട് ആ ദുഃഖം കൊണ്ട് ദേവി മധുരാപുരി മുഴുവൻ ചുട്ടരിക്കുന്നതും, അങ്ങനെ അത് കഴിഞ്ഞ് ദേവി തപസ്സിരുന്ന് കോവലിന് ജീവൻ കിട്ടുന്നുവെന്നും ആ പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതും അതൊക്കെയാണ് ഈ തോറ്റംപാട്ടിലുള്ള കഥകൾ. അത് ഓരോ ദിവസവും ഓരോ ചടങ്ങിനെ പറ്റിയാണ് അവർ പാടുന്നത്. ഈ പാട്ട് പാടുന്നതെന്ന് വെച്ചാൽ അത് എഴുതി പഠിച്ച് വായിക്കുന്നതല്ല, അവർ വാമൊഴിയാക്കി പഠിക്കണമെന്നാണ് അവരുടെ ശാസ്ത്രം. അങ്ങനെ പാട്ട് പാടിയാണ് ഈ പൊങ്കാല മഹോത്സവത്തിന് ഇവിടെ നടത്തുന്നത്. കൊടുങ്ങല്ലൂർ ദേവിയെ ആവാഹിച്ചാൽ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന് അകത്ത് കാപ്പ് കെട്ടുക എന്ന് വെച്ചാൽ ഈ 2 മോതിര വളയങ്ങൾ, പഞ്ചലോഹ നിർമ്മിതമായ 2 മോതിര വളയങ്ങളിൽ കുറുത്തിനാര് കൊണ്ടാണ് അതിൽ ചരടുള്ളത്. ആ ചരട് ഒന്ന് ദേവിയുടെ ഉടവാളിലും മേൽശാന്തി കെട്ടും, മേൽശാന്തിയുടെ കയ്യിൽ ക്ഷേത്ര തന്ത്രി കെട്ടും. അതുപോലെ തന്നെ അറ്റ് എ ടൈം അപ്പോൾ തന്നെ തിരുവിടാടാന്ന് പറഞ്ഞ് ക്ഷേത്ര ദേവിയുടെ പ്രഭയുടെ പുറത്ത് ഞുറുങ്ങിയ നേരിയ പുറത്ത് അങ്ങനെ ആ പാട്ട് പാടി കുടിയിരുത്തി ആണ് ഉത്സവം ആരംഭിക്കുന്നത്. രാജാവല്ലോ കണ്ണീടെ നാളും പേരും പറയുന്നല്ലോ, നാരായണ പാടുന്ന രാജാവല്ലോ കണ്ണീടെ നാളും പേരും പറയുന്നല്ലോ. ഭരണിനാൽ പുറന്നൂര് പാൽക്കണ്ണിയെന്നും കണ്ണീടെ നാളും പേരും പറഞ്ഞപ്പോഴാ ദശകനാതൊരു പണിയാണല്ലോ, വെള്ളോലയിൽ തൊട്ട് കുറിച്ചപ്പോഴാ അക്ഷരത്തിളിഞ്ഞോടെ കണ്ടതുമില്ല കേൾക്കയല്ലോ എന്റെ രാജാവ്. ക്ഷേത്രോത്സവത്തിന്റെ നടത്തിപ്പു കാര്യങ്ങളിൽ ട്രസ്റ്റ് കമ്മിറ്റി ഇക്കൊല്ലം വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ആറ്റുകാൽ പ്രദേശത്തുടനീളം 4000-ഓളം പോലീസുകാരാണ് വിന്യസിച്ചിരിക്കുന്നത്. രാവും പകലും മറന്ന് ഇവർ ഭക്തജനങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു മടിയും കൂടാതെ പ്രവർത്തിച്ചു വരികയാണ്. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. 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 അമ്മേ ശരണം. ട്രിവാൻഡ്രം സിറ്റി പോലീസ് കമ്മീഷണറായ ശ്രീ സ്പർജൻ കുമാർ ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൗമുദി ടിവിയോട് സംസാരിക്കുകയുണ്ടായി. 2017 ആറ്റുകാൽ ദേവീക്ഷേത്രങ്ങളുടെ ഉത്സവം അനുബന്ധിച്ചുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പരിപാടിക്ക് വരുന്ന ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കുറേ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉള്ളാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഷാഡോ ടീംസ് ആൻഡ് മഫ്തി പോലീസുകാർ വിനിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ വരുന്ന പ്രത്യേകിച്ചും ലേഡീസ് ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കേണ്ടതാണ്. അതുകൂടാതെ ഈ പ്രാവശ്യം നല്ല വെയിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും പ്ലാസ്റ്റിക് ഫയർ ആക്സിഡൻറ്റ്സ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അതിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും പാടുന്നതല്ല. പ്രത്യേകിച്ച് ആ ശ്രദ്ധ വേണ്ടതാണ് പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ. മറ്റേ കാര്യങ്ങൾ മാക്സിമം ആവശ്യമായ എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് പോലീസ് ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളും നല്ല രീതിയിൽ ദർശനം ആൻഡ് പൊങ്കാല ആചരിക്കാൻ വേണ്ടി എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി
ഇപ്പോൾ തന്നെ പോലീസ് ഭാഷയിൽ ഫസ്റ്റ് ഫേസ് സുരക്ഷാ സംവിധാനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ഇതോടനുബന്ധിച്ച് പോലീസ് കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ അനന്തപുരിയിൽ 800ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫേസിലുള്ള എല്ലാ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒരു 800 പോലീസ് ഡിപ്ലോയ്മെൻ്റ് ആണ് ഉള്ളത്. പ്രത്യേകിച്ചും വനിതാ പോലീസുകാർ കൂടുതലാണ്. നമ്മൾക്കിവിടെ നടക്കുന്ന സ്ത്രീകൾ ശബരിമല ആയിട്ട് ആചരിക്കുന്ന ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലുള്ള എല്ലാ പരിപാടികളും പ്രത്യേകിച്ചും സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള പോലീസ് ഡിപ്ലോയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ സെക്ടർ വൈസ് ഡിഫറെൻറ്റ് ലെവലിലെ പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ പ്രാവശ്യം CC ക്യാമറാസ് ഉണ്ട്, ഡ്രോൺസ് അത് ഉപയോഗിക്കും. പിന്നെ വനിതാ WBCs, വനിതാ ട്രെയിനീസ്, വനിതാ കമാൻഡോസ്, അങ്ങനെ പോലെ കുറച്ച് കൂടുതൽ പോലീസ് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. അമ്മേ ശരണം